ഹീസ് എ ടഫ് ഗൈ. തല്ലിയും കുത്തിയൊന്നും അവനെ കൊണ്ട് ഒരു അക്ഷരം പറയിപ്പിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ആ വരട്ടെ. ഒന്നും പറ്റുന്നില്ലേ പിന്നെ നമ്മുടെ നാർക്കോ പോലുള്ള സയന്റിഫിക് പരിപാടികളിലേക്ക് കയറിക്കളയാം. അല്ലേ തന്നെ ഇപ്പൊ അതൊക്കെ ഒരു ഫാഷൻ അല്ലേ? സർ, കാര്യങ്ങളുടെ സീരിയസ്നെസ് മനസ്സിലാക്കാതെയാണ് സാറി സംസാരിക്കുന്നത്. കോടതി അനുമതിയോടെ ഏതെങ്കിലും ഒരു സയന്റിഫിക് ടെസ്റ്റിന് സേതുനാഥിനെ വിധേയമാക്കണമെങ്കിൽ ഇപ്പോഴത്തെ നിലയിൽ കുറഞ്ഞത് 10 ദിവസമെങ്കിലും വേണം. എന്നാൽ സേതുവോടെ ഈ സീരീസ് അവസാനിക്കുന്നില്ലെങ്കിൽ അടുത്ത അറ്റംപ്റ്റ് ഉടനുണ്ടാകും സർ. പ്രത്യേകിച്ച് സേതു ജീവനോടെ നമ്മുടെ പിടിയിലായ സ്ഥിതിക്ക്. ഇനിയിപ്പോ എന്താ ചെയ്യുക? സാറിനറിയോ അവൻ ഈ പറഞ്ഞ അഡ്വക്കേറ്റ് നാരായണൻ തമ്പിയെ? അറിയാതെ പിന്നെ? ശരിക്കറിയാം. പണ്ട് രാമൻകുട്ടി വക്കീലും 501 രൂപയുണ്ടെങ്കിൽ ഇവിടെ ആർക്കും ആരെയും കൊല്ലാമെന്നൊരു പറച്ചിലുണ്ടായിരുന്നു. അതിന്റെ ഒരു പുതിയ പതിപ്പാ ഈ നാരായണൻ തമ്പി. പഴയ 501 രൂപയുടെ സ്ഥാനത്ത് സിറ്റിംഗ് 1-ന് 5 ലക്ഷം. പക്ഷേ പുള്ളിക്കാരന് കൂടുതൽ താല്പര്യം കൊലപാതകവും കുംഭകോണമൊന്നുമല്ല, പെൺവാണിഭവും സ്ത്രീ പീഡനവും ഒക്കെയാ. അപ്പൊ ചുരുക്കം പറഞ്ഞാൽ ഇതുവരെ പണി കിട്ടിയിട്ടുള്ളവരിൽ വിഷം ഏറ്റവും കൂടിയതിന്. ആ, അങ്ങനെയും പറയാം. വിത്ത് ഫുൾ പെർഫോമൻസ് എനിക്കൊന്ന് കാണണമല്ലോ ഈ അഡ്വക്കേറ്റ് നാരായണൻ തമ്പി. യുവർ ഓണർ, എൻ്റെ കക്ഷിക്ക് അവൾ ഏറെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന സ്വന്തം അധ്യാപകനിൽ നിന്ന് തന്നെയാണ് ഇത്തരം മോശമായ അനുഭവം ഉണ്ടായതെന്നുള്ളത് ഞെട്ടിപ്പിക്കുന്ന വസ്തുതയാണ്. അതുകൊണ്ട് പ്രതിക്ക് നിയമം അനുശാസിക്കുന്ന ഏറ്റവും കടുത്ത ശിക്ഷ തന്നെ നൽകണമെന്ന് ബഹുമാനപ്പെട്ട കോടതിയോട് ഞാൻ താഴ്മയായി അപേക്ഷിച്ചുകൊള്ളുന്നു. ദാറ്റ്സ് ഓൾ യുവർ ഓണർ. എനിത്തിങ് ടു ആസ്ക് മിസ്റ്റർ നാരായണൻ തമ്പി? Yes, Your Honor. നിയ പുന്നൂസ്. അതെ. ഈ നിൽക്കുന്ന പ്രൊഫസർ അലക്സ് സക്രിയ ഏത് സബ്ജക്റ്റാണ് നിയെ പഠിപ്പിച്ചുകൊണ്ടിരുന്നത്? സുവോളജി. അതായത് ജന്തുശാസ്ത്രം. അതെ. മനുഷ്യനടക്കമുള്ള എല്ലാ ജീവികളുടെയും ലൈംഗിക ജനിതക ഘടനകളെക്കുറിച്ചും പ്രത്യുൽപാദന രീതികളെക്കുറിച്ചും വിശദമായി പ്രതിപാദിക്കുന്ന ശാസ്ത്രശാഖയാണ് സുവോളജി. എന്താ ശരിയല്ലേ പ്രൊഫസർ? ശരിയാണ്. എന്ന് വെച്ചാൽ മറ്റ് സയൻസ് സബ്ജക്റ്റുകളെ അപേക്ഷിച്ച് ഇതിനൊരല്പം എരിവും പുളിയൊക്കെ ഉണ്ടെന്ന് അർത്ഥം. എന്റെയൊക്കെ കോളേജ് കാലഘട്ടത്തിൽ സയൻസ് ബാച്ചിലെ കുട്ടികൾ തമാശയായി പറയുന്നത് കേൾക്കാമായിരുന്നു. കാണാൻ ഭംഗിയുള്ള മെയിൽ ലെക്ചറാണ് സുവോളജി പഠിപ്പിക്കാൻ വരുന്നതെങ്കിൽ പെൺകുട്ടികൾ ആരും ക്ലാസ് കട്ടിയില്ല, തിരിച്ചാണെങ്കിൽ ആൺകുട്ടികൾ. എന്താ നീയ ഈ അലക്സ് സാർ പഠിപ്പിക്കാൻ വരുമ്പോ നീയാക്ക് അങ്ങനെ വല്ലതും തോന്നിയോ? ഇല്ല, എനിക്കങ്ങനെയൊന്നും തോന്നിയിട്ടില്ല. കള്ളം! നീയ പറയുന്നത് പച്ചക്കള്ളമാണെന്ന് നീയുടെ മുഖത്തുനിന്ന് തന്നെ വായിച്ചെടുക്കാം. ഐ ഒബ്ജക്റ്റ് യുവർ ഓണർ. അനാവശ്യ ചോദ്യങ്ങൾ ചോദിച്ച് എന്റെ കക്ഷിയെ അല്ല മിസ്റ്റർ ശ്രീനിവാസൻ. ഐ വിൽ പ്രൂവ് ഇറ്റ്. ഹൗ ക്യാൻ യു പ്രൂവ് ഇറ്റ്? ദാറ്റ്സ് മൈ ഡ്യൂട്ടി. യു ഡോണ്ട് വറി അബൌട്ട് ദാറ്റ്. ബഹുമാനപ്പെട്ട കോടതിയുടെ അനുമതിയോടെ കഴിഞ്ഞ ദിവസം നിയയെ സെക്സ് ഹോർമോൺ അനാലിസിസിന് വിധേയമാക്കിയതിന്റെ ലാബ് റിപ്പോർട്ടാണിത്. 18 വയസ്സായ ഒരു പെൺകുട്ടിയിൽ കാണപ്പെടേണ്ട സ്ത്രീ ശരീരത്തിലെ സെക്ഷൽ ഹോർമോണായ ഈസ്ട്രജന്റെ നോർമൽ കൗണ്ട് 25-നും 221-നും ഇടയിലാണ്. എന്നാൽ ഈ റിപ്പോർട്ട് പ്രകാരം നിയയിലത് 262 എന്ന് വെച്ചാൽ നോർമൽ കൗണ്ടിനേക്കാൾ ഏറെ കൂടുതൽ. സോ വി ക്യാൻ സേ ദാറ്റ് ഷീ ഈസ് എ കൺഫേം നിംഫോമാനിയ. ഇതിന് ചില റിയൽ ലൈഫ് എക്സാമ്പിൾസും എനിക്ക് കാട്ടിത്തരാനാകും യുവർ ഓണർ. ഈ നിൽക്കുന്ന സാബുവിനെ കുട്ടി അറിയോ? അറിയാം. എങ്ങനെ അറിയാം? ഈ ചേട്ടന്റെ കാറിലായിരുന്നു ഞാൻ സ്കൂളിൽ പോയിക്കൊണ്ടിരുന്നത്. ഒറ്റയ്ക്കോ? അല്ല, വേറെയും കുട്ടികളുണ്ടായിരുന്നു. അപ്പോ സാബുവിന് ഈ കുട്ടിയെ ചെറുപ്പം തൊട്ടേ അറിയാം? അറിയാം സർ. 2-ലോ 3-ലോ പഠിക്കുമ്പോഴാണ് തോന്നുന്നു ഈ കൊച്ചൻ്റെ കാറിൽ ആദ്യമായിട്ട് വന്നു തുടങ്ങുന്നത്. അന്നൊക്കെ വെറും ഒരു അയ്യോപാവം കൊച്ചായിരുന്നു. പക്ഷേ കുറച്ചുകൂടെ വളർന്ന് ഒരു 8-ലോ 9-ലോ ഒക്കെ ആയപ്പോൾ. പറയൂ സാബു, 8-ലോ 9-ലൊക്കെ ആയപ്പോൾ? അല്ല, മറ്റു കുട്ടികളുടെ അടുത്തുള്ള ഈ കൊച്ചിൻ്റെ പെരുമാറ്റം അത്ര ശരിയല്ലായിരുന്നു. പ്രത്യേകിച്ച് ഈ ആമ്പിള്ളേരുടെ അടുത്ത് ചില പെശക് തട്ടുമുട്ടൊക്കെ. സംഗതി വഷളാണെന്ന് കണ്ടപ്പോൾ എൻ്റെ വണ്ടിയിലുള്ള കൊച്ചിൻ്റെ വരവ് ഞാനങ്ങ് നിർത്തിച്ചു. അതിൽ പിന്നെ എന്നെ കണ്ട കൊച്ചു മുഖം തിരിച്ചൊരു പോക്കാം.
വിവേക്, അതെ, നിങ്ങൾക്ക് എങ്ങനെയാ നീയായിട്ട് പരിചയം? +2 ഞങ്ങൾ ഒരുമിച്ചായിരുന്നു. ഒരുമിച്ചെന്ന് പറയുമ്പോ ഒരേ ക്ലാസ്? അതെ. സഹപാഠികൾ തമ്മിലുള്ള വെറും സൗഹൃദം മാത്രമായിരുന്നോ നിങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്നത്? അല്ല, ഞങ്ങൾ തമ്മിൽ പ്രണയത്തിലായിരുന്നു. എന്താ നീയ ഇയാൾ ഈ പറയുന്നത് സത്യമാണോ? സത്യമല്ലേ? പറഞ്ഞോ. ഇയാളുടെ കയ്യിൽ നീയാ തന്നതെന്ന് പറഞ്ഞ കുറെ ലവ് ലെറ്റേഴ്സും ഗ്രീറ്റിംഗ് കാർഡും ഒക്കെ ഉണ്ടെന്നാ പറയുന്നത്. ഒരിക്കൽ ഞാൻ ഇവനെ സ്നേഹിച്ചിരുന്നു എന്നുള്ളത് സത്യം. ഓക്കെ, അത് മതി. വിവേകും അത്രേ പറഞ്ഞുള്ളൂ. പിന്നെ എങ്ങനെയാ വിവേക് നിങ്ങളുടെ ഈ റിലേഷൻ തകരുന്നത്? ഞാനിവിടെ ഇഷ്ടപ്പെട്ടത് സിൻസിയറായിട്ട് തന്നെയാണ്. മാരി ചെയ്യണമെന്നും ആഗ്രഹിച്ചിരുന്നു. പക്ഷെ അതൊന്നും ആയിരുന്നില്ല ഇവളുടെ കൺസെപ്റ്റ്. ലൈഫ് മുഴുവൻ ഒരു പുരുഷനെ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യാൻ പറ്റില്ലെന്ന് ഇവൾ എന്നോട് തുറന്നു പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, എൻ്റെ മറ്റു ചില ഫ്രണ്ട്സുമായി കാണാൻ പാടില്ലാത്ത പല സിറ്റുവേഷനിലും ഞാനിവളെ കണ്ടിട്ടുണ്ട്. കണ്ടില്ലേ, ഒരൊറ്റ ദിവസത്തെ വാദം കൊണ്ട് തന്നെ കൊച്ചിന്റെ ഫാൻസിന്റെ എണ്ണം കൂടിയത്. എല്ലാം വക്കീലിന്റെ മിടുക്ക. അപ്പോ നമ്മൾ രക്ഷപ്പെടല്ലോ അല്ലേ വക്കീലേ? താൻ വിഷമിക്കാതോ, ഒക്കെ നമുക്ക് ശരിയാക്കാം. അത് മതി, അത് മതി. എക്സ്ക്യൂസ് മീ. യെസ്. ഹലോ, ഞാൻ ശ്രീരാമകൃഷ്ണൻ, ASP ആണ്. എനിക്ക് വക്കീലിനെ ഒന്ന് കാണുമായിരുന്നു, പേഴ്സണലായിട്ട്. അപ്പൊ അതാണ് കാര്യം. എന്റെ പൊന്നെ ASP സാറേ, ഞാൻ ഈ കോട്ടിടാൻ തുടങ്ങിയിട്ടേ കൊല്ലം 30 980 മുണ്ടക്കയം പെൺവാണിഭ കേസിൽ പ്രതിഭാഗത്തിന് വേണ്ടി ഹാജരായി തുടങ്ങിയതാ ഈ പരിപാടി. അന്ന് തൊട്ട് ഇങ്ങോട്ട് ഇതുപോലുള്ള വധഭീഷണികൾക്കും തെറിവിളികൾക്കുമൊന്നും ഒരു പഞ്ഞവും ഉണ്ടായിട്ടില്ല. പേരുകേട്ട ഉന്മൂലനവാദ സംഘടനകൾ പലതും എന്നെ തട്ടുവന്ന് പലവട്ടം പറഞ്ഞിട്ടുള്ളതാ. പക്ഷെ ഒരുത്തനും എന്റെ രോമത്തേലൊന്ന് തൊടാൻ പോലും കഴിഞ്ഞിട്ടില്ല. ഈ സീരീസിൽ ഇതുവരെ 4 കൊലപാതകങ്ങൾ നടന്നിട്ടുണ്ട്. എല്ലാം വെരി വെൽ പ്ലാൻഡ്. 5ാമത്തേതായി പറഞ്ഞു കേൾക്കുന്ന പേര് നിങ്ങളുടേതാണ്. അപ്പോ അത് നിങ്ങളെ അറിയിക്കുക എന്ന ചുമതല ന്യായമായി ഞങ്ങൾക്കുണ്ട്. ഓക്കെ. പക്ഷെ അതിന്റെ പേരിൽ വീട്ടിനുള്ളിൽ അടച്ചിരിക്കാനോ നാട് വിട്ടുപോകാനോ ഒന്നും എന്നെ കിട്ടത്തില്ല. എന്റെ ദിനകൃത്യങ്ങളിൽ ഒരെണ്ണം പോലും മാറ്റിവെക്കാനും ഞാൻ തയ്യാറല്ല. അഡ്വക്കേറ്റ് നാരായണൻ തമ്പിയെ 1000 പൂർണ്ണചന്ദ്രന്മാരെ കാണിച്ചു കൊള്ളണമെന്ന് കേരള പോലീസിൽ ആർക്കും ഒരു നിർബന്ധവുമില്ല. പക്ഷെ ഈ നാട്ടിലെ നിയമവാഴ്ചയെ വട്ടം കറക്കിയ ഈ കൊലപാതക പരമ്പരയിൽ ഇനി ഒന്നുകൂടി സംഭവിക്കാതിരിക്കുക എന്നുള്ളത് ഞങ്ങളുടെ ആവശ്യമാണ്. 30 വർഷങ്ങൾക്കിടെ ഐസക് പണിക്കർ സുദക്ഷിണ കേസ് ഉൾപ്പെടെ 50-ലധികം കോളിളക്കം സൃഷ്ടിച്ച കേസുകൾ, മിക്കതിലും എതിരാളികളെ നിഷ്പ്രഭമാക്കിക്കൊണ്ടുള്ള വലിയ വലിയ വിജയങ്ങൾ. ഇതാണ് അഡ്വക്കേറ്റ് നാരായണൻ തമ്പിയുടെ കരിയർ ഹിസ്റ്ററി. ഇതിൽ നിന്നും നമ്മൾ എവിടെ തുടങ്ങും സർ? നാരായണൻ തമ്പി വാദിച്ച് വിജയം കണ്ട കേസുകളിൽ നിന്നും സംശയം തോന്നുന്ന പേരുകൾ ചേർത്ത് ഞാനൊരു ലിസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ലിസ്റ്റ് 3ആയി പകത്ത് നമ്മൾ 3 പേരും 3 വഴികളിൽ അന്വേഷണം തുടങ്ങും. ഫോർ എക്സാമ്പിൾ, നാരായണൻ തമ്പി വാദിച്ച് വിജയിച്ച ഒരു കൃഷ്ണമൂർത്തി മർഡർ കേസിന്റെ ഡീറ്റെയിൽസ് ആണത്. എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയായിരുന്ന കൃഷ്ണമൂർത്തിയെ അവന്റെ സീനിയേഴ്സ് ചേർന്ന് റാഗ് ചെയ്ത് കൊന്നു എന്നാണ് കേസ്. ഇതിൽ കൃഷ്ണമൂർത്തിയുടെ ജ്യേഷ്ഠനായ ഒരു രാമാനുജനെ കുറിച്ച് പ്രത്യേകം പറയുന്നുണ്ട്. കേസ് നടക്കുമ്പോഴും അതിനുശേഷവും പ്രതികളെയും പ്രതിഭാഗം വക്കീലായിരുന്ന നാരായണൻ തമ്പിയെയും അയാൾ അപായപ്പെടുത്താൻ ശ്രമിച്ചിരുന്നു. ഇന്നിപ്പോൾ ഈ രാമാനുജൻ എവിടെയുണ്ട്, എന്തു ചെയ്യുന്നു? നാരായണൻ തമ്പിയോടുള്ള പഴയ വിദ്വേഷം അയാൾക്കിപ്പോഴുമുണ്ടോ? ഈ രീതിയിലാകണം നമ്മുടെ അന്വേഷണം. പ്രത്യേകം ശ്രദ്ധിക്കുക, ഊഹങ്ങൾ മാത്രമാണ് ഇനി നമുക്ക് കൂട്ടിനുള്ളത്. അതുകൊണ്ട് ചെറിയ ചെറിയ പിഴകൾക്ക് പോലും വലിയ വില നൽകേണ്ടി വരും.
ശത്രുക്കളെന്നും വധഭീഷണി എന്നൊക്കെ പറയുന്നത് എന്റെ പ്രൊഫഷന്റെ ഭാഗമായിട്ട് ഞാൻ കാണുന്നുള്ളൂ. അങ്ങനെ പ്രൊഫഷന്റെ പുറത്ത് മാത്രം പഴിചാരി ഒഴിയാതെ വക്കീലെ, ഞാൻ കണ്ടിരുന്നു നിങ്ങളുടെ കരിയർ ഹിസ്റ്ററി. കഴിഞ്ഞ 30 വർഷമായിട്ട് ഏറ്റെടുത്ത ഒരൊറ്റ കേസിൽ പോലും നേരിന്റെ ഭാഗത്ത് നിങ്ങളുണ്ടായിട്ടില്ല. സത്യത്തെ വളച്ചൊടിക്കുകയും നിയമത്തെ കബളിപ്പിക്കുകയും ചെയ്യുന്നതിൽ നിന്നും നിങ്ങൾ ഗൂഢമായ ഒരു ആനന്ദം അനുഭവിക്കുന്നുണ്ട്. ലൈക്ക് എ ബോൺ ക്രിമിനൽ. സംശയം തോന്നുന്ന എന്തുണ്ടായാലും അത് അപ്പം തന്നെ എന്നെ വിളിച്ചറിയിക്കണം.